ഇനി ബംഗാളിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുകയാണ്. വനിതാ സംവരണ ബില്ലാണ് ബിജെപിയുടെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധം. കോൺഗ്രസിനായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് ബംഗാളിലെത്തുന്നുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അച്യുതൻ. ഗുഡ് മോർണിംഗ് SKN. ബംഗാളിൽ അങ്ങനെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പരസ്യ പ്രചാരണത്തിലേക്ക് കൂടി കടക്കുന്നു. അതിലെ വീറും വാശിയുമേറിയ ഒരു പ്രചാരണമാണ് മുന്നണികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് BJP ആകട്ടെ വനിതാ സംവരണം ഉയർത്തി ആ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം ഉയർത്തിയാണ് TMCക്കെതിരെയും കോൺഗ്രസിനെതിരെയും ബംഗാളിൽ ആഞ്ഞടിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ പ്രചാരണത്തിന് തുടക്കമിട്ടു. ഇന്നലെ വിവിധ റാലികളിൽ പ്രധാനമന്ത്രി പറഞ്ഞത് കോൺഗ്രസും ചേർന്ന് ചതിച്ചു, വഞ്ചിച്ചു, അവരെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിൽ TMCയും കോൺഗ്രസും ഒരുപോലെ തടഞ്ഞു എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി ഉന്നയിച്ച വിമർശനം. എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഈ 2023 നടപ്പിലാക്കിയ വനിതാ സംവരണ ബില്ല് അല്ലെങ്കിൽ നിയമം അതെന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നില്ല? അപ്പോൾ BJP ആണ് സ്ത്രീ വിരുദ്ധർ എന്നുള്ള ഒരു രീതിയിലാണ് ഇന്ത്യ മുന്നണിയും പ്രചരണം ശക്തമാക്കുന്നത്. അങ്ങനെ ഒരു വാശിയേറിയ പോരാട്ടത്തിലേക്ക് ബംഗാൾ കടന്നിരിക്കുന്നു. 152 മണ്ഡലങ്ങളിലേക്കാണ് ഈ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ആ പരസ്യ പ്രചരണമാണ് നാളെ അവസാനിക്കാനായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബംഗാളിൽ കേന്ദ്ര സായുധ പോലീസ് സേനകളുടെ ഒരു ഉന്നതതല യോഗവും ചേർന്നിരുന്നു. ഈ സേനാംഗങ്ങൾ മേധാവികൾ പങ്കെടുത്തുകൊണ്ടാണ് കൊൽക്കത്തയിൽ ആ യോഗം ചേർന്നത്. അതിൽ സംസ്ഥാനത്തിൻ്റെ സുരക്ഷാ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തി. കാരണം മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ സംഘർഷമുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായിട്ടാണ് ഇത് ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത്. എന്തായാലും അതിന്റെ തയ്യാറെടുപ്പുകൾ കൂടി ബംഗാളിൽ നടക്കുകയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.